ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ ഈ മാച്ച് ഡേയിലെ ആദ്യം എത്തുന്ന മത്സരത്തെക്കുറിച്ചാണ്. നോർവേയുടെ പോരാട്ടത്തിലേക്കാണ്. നോർവേ ഐവറി കോസ്റ്റ് പോരാട്ടമാണ്. രാത്രി 10:30 ആ മത്സരം നടക്കുന്നത്. ഇരു ടീമുകളും ഇനി ആദ്യം നമ്മൾ പോകുന്നത് നോർവേയുടെ പ്രകടനം, അവർ എങ്ങനെയാണ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി എന്നതാണ് പരിശോധിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇറാഖിനെതിരെ 4-1 തകർപ്പൻ ജയത്തോടു കൂടിയാണ് നോർവേ തുടങ്ങി വെച്ചത്. തൊട്ടടുത്ത മത്സരത്തിൽ സെനഗലിനെതിരെ ഒരു ആവേശ പോരാട്ടം ജയിച്ചു. 3-2 ജയത്തോടുകൂടി അവർ അങ്ങനെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു കഴിഞ്ഞു. മൂന്നാം മത്സരത്തിൽ ഒരുപക്ഷെ അവർക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മത്സരമാണ് ഫ്രാൻസിനെതിരായ മത്സരം. ആ മത്സരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ തന്നെ എന്തിനാണ് പുറത്തിരുത്തിയത്? ഒരുപക്ഷെ പരിക്കിന്റെ പിടിയിലാണ്ട് പോകരുത് എന്ന് കരുതിയാവും പരിശീലകൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. പക്ഷേ കാത്തിരുന്ന ആരാധകരൊക്കെ തന്നെ നിരാശരായിരുന്നു. ആ തീരുമാനം ശരിവെക്കുന്നതാണോ എന്ന് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് ഫ്രാൻസ് എങ്ങനെയാണ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി എന്നതിന് ഉത്തരം. ഇനി ഐവറി കോസ്റ്റിനെ കുറിച്ചാണ്. ഐവറി കോസ്റ്റ് ആവട്ടെ, അവർക്ക് ഇക്വഡോറിനെതിരെ ആദ്യ മത്സരത്തിൽ ജയിച്ചാണ് തുടങ്ങിയത്. അമദ് ദിയാലോ ഇഞ്ചുറി ടൈമിൽ നേടിയ 90-ാം മിനിറ്റിൽ നേടിയ ആ ഗോളിൽ കടന്നുകൂടുകയായിരുന്നു ഐവറി കോസ്റ്റ്. അതിനുശേഷം ജർമ്മനിക്കെതിരെ തോൽക്കുന്നു, 1-2 തോൽവി നേടുന്നു. ക്യൂറസോവയ്ക്കെതിരെ അവസാന മത്സരത്തിൽ ഒരു 2-0 ജയത്തോടുകൂടി അങ്ങനെ ഐവറി കോസ്റ്റ് ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗ്രൂപ്പ് ഇയിലെ 2ാം സ്ഥാനക്കാരായിട്ടാണ് പ്രീ ക്വാർട്ടറിലേക്ക് ഈ റൗണ്ട് ഓഫ് 32 അവർ മുന്നേറിയത്. ഇനി പ്രീ ക്വാർട്ടറിലേക്ക് എത്താൻ എങ്ങനെയാണ് അവരുടെ സാധ്യത എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ ആ കണക്കിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാർ, ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ട താരങ്ങൾ ഇവരാണ്. ഈ മാച്ച് ഡേയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട താരങ്ങൾ. ആദ്യം കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബേലെ, ഒപ്പം തന്നെ നോർവേയുടെ എർലിംഗ് ഹാലൻഡ്. ഈ ലോകകപ്പിൽ കിലിയൻ എംബാപ്പെ കളിച്ചത് 3 മത്സരമാണ്, 4 ഗോൾ അടിച്ചു, 2 അസിസ്റ്റുമുണ്ട്. ഇപ്പോൾ തന്നെ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പ്രൈസിൽ മുന്നിലേക്ക് മെസ്സിയെ പിന്തള്ളി എംബാപ്പെ വന്നു എന്നുള്ള ഇതുണ്ട്. കാരണം അദ്ദേഹത്തിന് 3 ഗോളിനൊപ്പം തന്നെ 2 അസിസ്റ്റും 4 ഗോളിനൊപ്പം തന്നെ 2 അസിസ്റ്റും വന്നത് അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നതാണ്. തൊട്ട് പിന്നിൽ തന്നെയുണ്ട് ഉസ്മാൻ ഡെംബേലെ, 3 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുമായി. ഇനി അതിനടുത്ത് തന്നെയാണ് എർലിംഗ് ഹാലൻഡും ഉള്ളത്, 2 മത്സരത്തിൽ നിന്ന് 4 ഗോൾ. പക്ഷേ അസിസ്റ്റ് ഒന്നും ഇല്ലാത്തതാണ് ഈ പട്ടികയിൽ അല്പമെങ്കിലും ഈ താരത്തെ പിടിച്ചു നിർത്തുന്നത് എന്ന് തന്നെയാണ്. ഈ അക്ഷയ് ഒരിക്കൽ കൂടി ചേരുന്നു. അക്ഷയ്, 2ാമത്തെ മത്സരം നോർവേ ആണ്, ഐവറി കോസ്റ്റ് ആണ്. 2 ടീമും ഇത്തവണ ഒരുപക്ഷെ അട്ടിമറി വീരന്മാർ അല്ലെങ്കിൽ കറുത്ത കുതിരകളൊക്കെ തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 ടീമുകളാണ്. നോർവേ അവരുടെ ഗ്രൂപ്പ് റൗണ്ടിൽ ക്വാളിഫയിങ് റൗണ്ടിൽ 37 ഗോൾ അടിച്ചു എന്ന് പറയുന്നത് തന്നെ എത്ര കണ്ട ഒരു ഡിസ്ട്രക്റ്റീവാണ് എന്നത് നമുക്ക് തെളിയിക്കുന്നതാണ്. ഐവറി കോസ്റ്റ് ആവട്ടെ, അവർ ആഫ്രിക്കയുടെ പ്രതീക്ഷയാണ്. ദിദിയർ ഡ്രോഗ്ബയുടെ പിന്മുറക്കാർക്കും ചിലതെങ്കിലും തെളിയിക്കാനുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.